മീഡിയ 7 ഗുഡ് മോർണിംഗ് കേരളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജൂലൈ 16th. ഇന്ന് ബുധനാഴ്ചയാണ്. എല്ലാവരും തിരക്കിലായിരിക്കും. ഇപ്പൊ ജോലിക്ക് പോകുന്നവരും കുട്ടികളായാലും പോകാനുള്ള തിരക്കിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതെ എല്ലാവരും തിരക്കിന്റെ ഒരു സമയമാണ്. ഇതിപ്പോ പീക്ക് ടൈമാണ് തിരക്കിന്റെ. ഈവൻ റോഡിലായാലും അല്ലേ, നല്ല റഷ് ആയിരിക്കും. ഇന്ന് കുറച്ച് സ്പെഷ്യൽ ഡേയ്സ് ഉണ്ട്. ജൂലൈ 16th നാഷണലി ആൻഡ് ഇൻ്റർനാഷണലി കുറച്ച് സ്പെഷ്യൽ ഡേയ്സ്, അവെയർനെസ് ഡേയ്സ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. വലിയ രീതിയിലുള്ള സെലിബ്രേഷനൊന്നും ഒന്നുമല്ല, ജസ്റ്റ് ഫോർ അവെയർനെസ്. അതായത് ചെറി എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ, ചെറി. അപ്പോൾ ഇന്ന് വേൾഡ് ചെറി ഡേ ആണ്. അതുപോലെ വേൾഡ് സ്നേക്ക് ഡേ ആണ്. സ്നേക്കിനും ഡേ ഉണ്ട്. കാരണം പാമ്പുകളെ കൊല്ലരുത് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. നമുക്ക് പേടിയാണ്, ബട്ട് എനിവേ അവർക്കും ഒരു ദിവസം. പിന്നെ വേൾഡ് ആറ്റോമിക് വെറ്ററൻസ് ഡേ ആണ്. പോരാത്തതിന് ഇന്ന് നാഷണൽ AI ഡേ കൂടിയാണ്. അപ്പോൾ AI നമ്മുടെ സമൂഹത്ത് ഒരു തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലയിലും ഇപ്പോൾ AI എത്തിക്കഴിഞ്ഞപ്പോൾ എഡ്യൂക്കേഷൻ ആയാലും ഹോസ്പിറ്റൽ ഫീൽഡ് ആയാലും ഈവൻ മീഡിയയിലായാലും അങ്ങനെ ഒരുമാതിരി ട്രാഫിക്കിലായാലും പോലും. അതെ കാരണം ട്രാഫിക്കിൽ ഒരു AI കൊണ്ടുവന്നുകൊണ്ടായിരിക്കാം ഇപ്പോൾ കൂടുതലും ആക്സിഡന്റുകൾ കുറവാണ്. ഇപ്പോൾ എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇടുന്നുണ്ട്, ഹെൽമെറ്റ് ധരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഇനീഷ്യലി നമുക്ക് ഒത്തിരി പേര് അതിന് എഗെയിൻസ്റ്റ് ആയിരുന്നു. നമ്മളായാലും അത് എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നൊക്കെ നമ്മൾ, പക്ഷെ അതൊക്കെ തോന്നി നമ്മുടെ ഒരു സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് തന്നെയാണ് അല്ലേ ഇതൊക്കെ നടപ്പാക്കുന്നതും എല്ലാം. ഇപ്പോൾ എല്ലാം പോസിറ്റീവായിട്ട് കാണുക. എത്ര സ്പീഡിൽ പോയാലും നമുക്ക് ആ പിക്ചർ എടുക്കാൻ പറ്റും. ഇപ്പോൾ ക്യാമറയുടെ കാര്യം പറയുമ്പോഴാണ് നമ്മുടെ ലോകത്ത് തന്നെ ഒരു ബിഗ്ഗസ്റ്റ് ക്യാമറയാണ് സൗത്ത് അമേരിക്കയിലെ ചിലി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അത് 27 വർഷത്തെ പ്ലാനിങ് ആണ് ഇവരുടെ ഈ ഒരു ക്യാമറ സംരംഭം കൊണ്ടുവരുന്നുള്ളത്. അത് അവർ പൂർത്തീകരിച്ചു. ശരിക്കും ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആകാശത്തുള്ള വിഷ്വൽസ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സാറ്റലൈറ്റ് പിക്ചേഴ്സ് എന്നൊക്കെ പറയുന്നത് പോലെ അത് ക്യാപ്ചർ ചെയ്യാനാണ് അതിൻ്റെ ഒരു ലക്ഷ്യം ഇത് കൊണ്ടുവന്നേക്കണം. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലോകത്തെ ഏറ്റവും വലിയ ക്യാമറ എവിടെയാണ് എന്നറിയാമോ? ചിലിയിലെ ആൻഡീസ് പർവ്വതനിരകളിൽ സ്ഥാപിച്ച വെരാസി റൂബിൻ ബഹിരാകാശ ടെലസ്കോപ്പാണ് 3200 മെഗാ പിക്സൽ റെസൊല്യൂഷനിൽ പ്രപഞ്ച ചിത്രങ്ങൾ നൽകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ക്യാമറ. ആദ്യ ചിത്രങ്ങളിൽ തന്നെ ലക്ഷക്കണക്കിന് ചിഹ്നഗ്രഹങ്ങളും ഗാലക്സികളുമാണ് നമുക്ക് ഈ ക്യാമറ കാട്ടി തന്നിരിക്കുന്നത്. അമേരിക്കയിലെ നാഷണൽ സയൻസ് ഫൗണ്ടേഷനും ഡിപ്പാർട്ട്മെന്റ് ഓഫ് എനർജിയും സംയുക്തമായി ഏതാണ്ട് $800 മില്യൺ ചിലവിട്ട് നിർമ്മിച്ചതാണ് ഈ ജ്യോതിശാസ്ത്ര നിരീക്ഷണാലയം. നിർമ്മാണം തുടങ്ങി 10 വർഷത്തിന് ശേഷമാണ് ഇത് ഉപയോഗസജ്ജമായിരിക്കുന്നത്. 3 ടൺ ഭാരമുള്ള ഒരു പടുകൂറ്റൻ ക്യാമറയാണിത്. ഏതാണ്ട് 3200 മെഗാ പിക്സൽ ഫോട്ടോ എടുക്കാൻ ശേഷിയുള്ള ക്യാമറ ഒരു ചിത്രത്തിന് ശേഷം 5 സെക്കൻഡ് കൊണ്ട് അടുത്ത ചിത്രത്തിന് തയ്യാറാവും. ഓരോ രാത്രി കഴിയുമ്പോഴും 20 ടെറാബൈറ്റ് ഡേറ്റയാണ് ഈ ടെലിസ്കോപ്പ് പുതിയതായി ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ വലിപ്പം നിങ്ങൾക്ക് ഊഹിക്കാമോ? ഇതിൻ്റെ കണ്ണാടിക്ക് മാത്രം ഏതാണ്ട് 8.4 മീറ്റർ വലിപ്പമുണ്ട്. അതുപയോഗിച്ച് 11 ബില്യൺ പ്രകാശവർഷത്തിനപ്പുറമുള്ള ഗാലക്സികളെ പോലും കാണാനാവും. ചേച്ചിക്ക് ഫിലിമിന് എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ടോ? ഫിലിംസ് എനിക്ക് ഇഷ്ടമാണ്. ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ ചില ഫിലിംസൊക്കെ നമുക്ക് അങ്ങനെ നമ്മളൊരു ഇൻഫ്ലുവൻസ് ചെയ്യാറില്ല, മോട്ടിവേറ്റ് ഒന്നും ചെയ്യാം. പക്ഷേ ചില ഫിലിംസൊക്കെ നല്ല മെസ്സേജ് ഉണ്ട്. നമുക്ക് ചിലപ്പോൾ നമ്മുടെ ലൈഫായിട്ടൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫിലിംസൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ അത്രയും ഫിലിം ഓറിയൻറ്റഡ് അല്ല. അങ്ങനെ അതിനു വേണ്ടി ഒത്തിരി സമയം ചിലവാക്കി കാണുന്നത്. പക്ഷേ നല്ല കഥകളൊക്കെ ഓരോരുത്തർ പറയുമ്പോൾ ഒക്കെ കണ്ട് നമുക്ക് കാണാം, ഫിലിം കാണാം. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അല്ല നമ്മുടെ മക്കൾക്കായാലും അത് ചിലപ്പോൾ യൂസ്ഫുൾ ആകാം എന്നുള്ള രീതിയിലൊക്കെ ഞങ്ങൾ കാണാൻ പോകാറൊക്കെ ഉണ്ട്. ചേച്ചിക്കിപ്പോൾ വലിയൊരു ഇൻഫ്ലുവൻസ് സിനിമയിലൂടെ ഇല്ലയെന്ന് പറഞ്ഞു. പക്ഷെ അതേപോലെയല്ല നമ്മുടെ ഈ സമൂഹത്തെ കുട്ടികൾ നോക്കിക്കാണുന്ന രീതി. അപ്പോൾ അത്തരത്തിലുള്ളൊരു മെസ്സേജാണ് അടുത്തത്. അതെ, കുട്ടികൾ എസ്പെഷ്യലി സ്കൂൾ കുട്ടികളും ഒക്കെ, ടീനേജും സ്കൂൾ കുട്ടികൾക്കൊക്കെ അവർക്ക് അത്രയും അവബോധമില്ല. ഇത് ശരിക്കും റിയൽ ആണോ, അല്ലെങ്കിൽ സിനിമയിൽ കാണിക്കുന്നതും സിനിമയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാണോ അല്ലെങ്കിൽ സത്യമാണോ എന്നൊക്കെ വിശ്വസിക്കുന്നവരുണ്ട്, വിശ്വസിക്കാത്തവരുമുണ്ട്. ബട്ട് അതൊക്കെ അല്ലേ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാതെ നമ്മൾ നോക്കണം. പിന്നെ ഒരുപാട് വേറെ പല ഹോബീസും ഒക്കെ കുട്ടികൾക്ക് ഇൻക്ലൂഡ് ചെയ്ത് അത് തന്നെ പ്രൊമോട്ട് ചെയ്യാം അല്ലേ. അത്തരത്തിലുള്ളൊരു മെസ്സേജിലോട്ട് നമുക്ക് കിടക്കാം. സിനിമകൾ കൗമാരക്കാരെ എങ്ങനെ ബാധിക്കുന്നു? കൗമാരക്കാരിൽ സിനിമകൾ ചെലുത്തുന്ന പ്രധാന പോസിറ്റീവ് ഫലങ്ങളിലൊന്ന് വിദ്യാഭ്യാസത്തിനും അവബോധത്തിനുമുള്ള സാധ്യതയാണ്. മാനസികാരോഗ്യം, ഭീഷണിപ്പെടുത്തൽ, ബന്ധങ്ങൾ, വൈവിധ്യം തുടങ്ങിയ പ്രധാനപ്പെട്ട സാമൂഹിക വിഷയങ്ങളെ സിനിമകൾ പലപ്പോഴും അഭിസംബോധന ചെയ്യുന്നു. സിനിമകൾ ചുറ്റുമുള്ള ലോകത്തെ നന്നായി മനസ്സിലാക്കുവാൻ സഹായിക്കുന്നതുപോലെ വിദ്യാർത്ഥികൾക്ക് അവരുടെ സമൂഹത്തെക്കുറിച്ച് പഠിക്കുവാൻ സഹായിക്കുന്നു. സിനിമകൾ അവരുടെ ആഗോള കാഴ്ചപ്പാട് വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നു.
പുസ്തകങ്ങൾ നിങ്ങളുടെ ഭാവനയെ വികസിപ്പിക്കുന്നു. സിനിമകളേക്കാൾ വളരെ വിശദമാണ് നിങ്ങളുടെ ഇംഗ്ലീഷ് എഴുത്ത് മെച്ചപ്പെടുത്തുന്നു. മികച്ച ജോലികൾ നേടുവാൻ സഹായിക്കുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതേസമയം സിനിമകൾ സാമൂഹികമായി മികച്ചതാണ്, കാണാൻ എളുപ്പമാണ്, കൂടുതൽ തൊഴിലവസരങ്ങളുമുണ്ട്. അപ്പോൾ ഈ ഫിലിം ഇൻഫ്ലുവൻസ് ഓൺ സ്റ്റുഡൻസ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. മേ ബി കുട്ടികൾക്കൊക്കെ സ്കൂളുകളിൽ നിന്നൊക്കെ പല ക്ലാസ്സസൊക്കെ അധ്യാപകർ എടുത്തു കാണും അല്ലേ. അത് നെഗറ്റീവും ഉണ്ട്, പോസിറ്റീവും ഉണ്ട്. കുട്ടികൾ എടുക്കുന്ന രീതിയിലിരിക്കും, നെഗറ്റീവായിട്ടും എടുക്കാം, പോസിറ്റീവായിട്ടും എടുക്കാം. ഇപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കാൻ ശ്രമിക്കുക. കാരണം ഒന്നിൽ തന്നെ നമ്മൾ ഒതുങ്ങിപ്പോകരുത്. ഇപ്പോൾ പല കാര്യങ്ങളുണ്ട് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റും. പല കഴിവുകളും കുട്ടികൾക്കുണ്ട്. ഇപ്പോൾ ക്രാഫ്റ്റ് ചെയ്യുന്ന കുട്ടികളുണ്ട്, പെയിൻറ്റിങ് ചെയ്യുന്നവരുണ്ട്, ബുക്ക് റീഡിങ്. നമ്മൾ ആ മെസ്സേജിൽ പറയുന്നുണ്ട്, ബുക്ക് റീഡിംഗ് ഒക്കെ നമ്മളെ വളരെ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഫിലിംസൊക്കെ നല്ലതാണ്, ഇറ്റ് ഈസ് ഗുഡ്. പക്ഷെ അതൊരു നല്ല രീതിയിൽ നമ്മൾ തന്നെ കാണുക, അല്ലെങ്കിൽ അതിൽ കാണുന്നതെല്ലാം സത്യമാണ്, അതാണ് ജീവിതം എന്ന് വയ്ക്കുന്നത് നമുക്ക് യോജിപ്പില്ല. പക്ഷെ നല്ല ആസ്പെക്ട്സ് അതൊക്കെ എടുക്കുക, പോസിറ്റീവായിട്ട് എപ്പോഴും നിങ്ങൾ കാണുക. നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് ഇനിയും ഒത്തിരി പോകാനുള്ളവരാണ്. അപ്പോൾ ആ പോസിറ്റിവിറ്റി ഫുൾ നിങ്ങളുടെ ലൈഫിൽ നിറഞ്ഞു നിൽക്കട്ടെ അല്ലേ. നമ്മുടെ ന്യൂയോർക്കിൽ മെറ്റ് ഗാല എന്ന് പറയുന്ന ഒരു ഈവെൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ മെയ്യിലായിരുന്നു ഈ ആ ഈവെൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലൊരു പങ്ക് വഹിച്ചത് നമ്മുടെ കേരളമാണ്. അപ്പോൾ നമുക്കതിലൊരു അഭിമാനമുണ്ട്. അപ്പോൾ അതിൽ പറയണ മെറ്റ് ഗാല ന്യൂയോർക്ക് സിറ്റിയിൽ ഉണ്ടായത്, അതായത് ഫാഷൻ നൈറ്റ് നമുക്ക് പറയാം. അതായത് വലിയ സെലിബ്രിറ്റീസ്, ഹോളിവുഡും ബോളിവുഡും അങ്ങനെ എല്ലാ ഫിലിം മേഖലയിൽ നിന്നുമുള്ള വലിയ വലിയ സെലിബ്രിറ്റീസ് അവരുടെ ഒരു കോസ്റ്റ്യൂംസ് അവരവിടെ പ്രസൻറ്റ് ചെയ്യും. 2022-ലും 2023-ലും നമ്മുടെ കേരളം ഈ ഒരു മെറ്റ് ഗാലയിൽ പങ്കുവഹിച്ചിരുന്നു. ഇപ്രാവശ്യത്തെ കാർപ്പറ്റ് ഒരു സ്പെഷ്യൽ കാർപ്പറ്റ് ആണ്. ഒരു ഡാർക്ക് ബ്ലൂവിലാണ് ഇത് ഡിസൈൻ ചെയ്തത്, ഗോൾഡൻ ഡാഫോഡിൽസിന്റെ ഡിസൈൻ ഒക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കാഴ്ചയിലേക്ക് പോകാം. ഫാഷൻ പ്രേമികൾ എപ്പോഴും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ന്യൂയോർക്കിലെ മെറ്റ് ഗാലയിൽ ഇത്തവണയും കേരളത്തിന്റെ പങ്കാളിത്തം. നീല നിറത്തിൽ ഡിസൈനോട് കൂടിയ അതിമനോഹരമായ മെറ്റ് ഗാലയിലെ പരവതാനി ഡിസൈൻ ചെയ്തത് കേരളത്തിൽ നിന്നുള്ള സംരംഭമായ നെയ്ത്ത് എക്സ്ട്രാവീവ് ആണ്. 2022-23 മെറ്റ് ഗാലകളിലെയും പരവതാനി ഇവർ തന്നെയാണ് നെയ്തെടുത്തിരിക്കുന്നത്. 57 റോളുകളായി ഏകദേശം 6840 ചതുരശ്ര മീറ്റർ കാർപ്പറ്റാണ് മെറ്റ് ഗാലയ്ക്കായി ആലപ്പുഴയിലെ ചേർത്തലയിൽ നിന്നുള്ള കമ്പനി നിർമ്മിച്ചു നൽകിയത്. 480 തൊഴിലാളികൾ 90 ദിവസങ്ങൾ കൊണ്ട് നേടിയെടുത്ത കാർപ്പറ്റുകൾ പ്രശസ്ത സിനിമാ താരം ഷാറുഖ് ഖാൻ മെറ്റ് ഗാല 2025 വേദിയിൽ പങ്കെടുത്ത ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തരംഗം സൃഷ്ടിക്കുമ്പോൾ മെറ്റ് ഗാലയിലെ കേരളത്തിന്റെ പങ്കാളിത്തം അടയാളപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഈ കുറിപ്പ്. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാർപ്പറ്റ് അല്ലേ, മനോഹരമായ കാർപ്പറ്റ് ആയിരുന്നു. ഞാൻ അതിലത്തെ ഡിസൈൻ ഡാഫോഡിൽസ് എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ ഞാൻ ഡിഗ്രിക്ക് ഒരു പോം ഉണ്ടായിരുന്നു. ഒരു വില്യം വേർഡ്സ്വർത്ത് എന്നൊരു കവി ഡാഫോഡിൽസ് എന്നൊരു പോം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തത്. ഇപ്പോൾ എല്ലാത്തിൽ നിന്നും വേറിട്ടൊരു ഷെയ്ഡിലോട്ടാണ്. ശരിക്കും നമ്മൾ എപ്പോഴും റെഡ് കാർപ്പറ്റ് എന്നുള്ള ടേമാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയായിരുന്നു കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് നമ്മൾ തുടർന്ന് കണ്ടത്. എൻറ്റയർ ഡിഫറെന്റ് ഒരു ഡിസൈനും കളറും ഒരു ഡാർക്ക് ഷെയ്ഡിലോട്ട് ബ്ലൂ ഷെയ്ഡിലോട്ട് കൊണ്ടുവന്നു. പിന്നെ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ് അല്ലേ, കാരണം ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അതെ. അപ്പൊ നമ്മുടെ എല്ലാം ടാലൻസ് ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ കഴിവുകൾ നമ്മൾ പരിപോഷിക്കുക. അപ്പൊ അത് എങ്ങനെ പോയാലും അല്ലേ, നമ്മൾ എത്ര ഹാർഡ് വർക്ക് എടുത്താലും ഒരു ദിവസം അതിനൊരു അപ്രിസിയേഷൻ വരും അല്ലേ. അതെ. അപ്പോൾ ഈ ഫോൺ അഡിക്ഷനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഫോൺ അഡിക്ഷൻ ഇപ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റും നമ്മൾ നോക്കിയാൽ ഈവൻ നമ്മളായാലും ഒരുപാട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ മറ്റുള്ളവരുടെ ഫോൺ അധികം യൂസ് ചെയ്യുന്ന, പക്ഷെ നമുക്കും ഫോൺ ഇല്ലാതെ പറ്റാത്ത ഒരു സിറ്റുവേഷനായി. ഈവൻ ഒരു 5 മിനിറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് ഫോൺ മാറിയിരുന്നാൽ നമുക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയാണ് അല്ലേ. ഇത് കൂടി തുടങ്ങിയത് നമ്മുടെ ഈ കോവിഡ് ടൈമിലായിരുന്നു ഈ ഫോൺ അഡിക്ഷനിലോട്ട് നമ്മൾ ആവണത്. കാരണം ആ ടൈമിൽ വീട്ടിൽ വെറുതെ ഇരിപ്പാണ്, ഒന്നുമില്ല, വീട്ടിൽ ജോലിക്ക് പോകുന്നില്ല, സ്കൂളുകളിൽ പഠിക്കാൻ പോകുന്നില്ല, പോരാത്തതിന് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു കൂടുതലുള്ളത്. അപ്പോൾ കുട്ടികൾ വാശി പിടിക്കും, ഫോൺ വേണം, ഇതില്ലെങ്കിൽ പഠിക്കാൻ പറ്റില്ല. നമുക്കൊരു എന്റർടൈൻമെന്റ് പോലെ നമ്മൾ അത് കൂടുതൽ നമ്മൾ അറ്റാച്ച്ഡ് ആയത് ആ ഒരു കോവിഡ് ടൈം തൊട്ടാണ് ഫോൺ അഡിക്ഷൻ. വീട്ടിലിരിക്കുന്ന അമ്മമാരായാലും കുട്ടികൾ മര്യാദക്ക് ഇരിക്കാൻ ഫോണായിരുന്നു കൊടുത്തോണ്ടിരുന്നത്. കളിച്ചുകൊണ്ടിരിക്കും എന്നുള്ള വിശ്വാസത്തിൽ കൊടുക്കും. ചില അമ്മമാരൊക്കെ പറയും ഫുഡ് കഴിച്ചില്ലെങ്കിലും ഫോൺ മതി, കാലത്തൊട്ട് വൈകിട്ട് വരെ ഫോണിൽ നമുക്ക് യാതൊരു വിധ പ്രശ്നങ്ങളും ഇല്ല. പക്ഷെ അതുകൊണ്ട് എന്തൊക്കെ അല്ലേ, ഫിസിക്കലി ആൻഡ് മെന്റലി ഒരുപാട് ഡാമേജസ്, കുട്ടികളുടെ ഒരു അഡ്വേഴ്സ് എഫക്റ്റ് ആണ് കുട്ടികൾക്ക് എന്നല്ല എല്ലാവർക്കും ഉണ്ട്. എങ്കിലും നമ്മളിപ്പോൾ കൂടുതലും ഈ സ്കൂൾ ചിൽഡ്രൻ നമ്മളൊരുപാട് ഫോക്കസ് ചെയ്യുന്നുണ്ട് ഈ
ഫോൺ അഡിക്ഷൻ കാരണം. പക്ഷെ അതുകൊണ്ട് തന്നെ ഇപ്പോഴും നമ്മൾ ആ ഒരു അഡിക്ഷൻ തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇൻഫോർമേഷനാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കൊണ്ടുവരുന്നത്. കോവിഡിന് ശേഷം കഥ വേറെയാണ്. അത്ര സേഫ് അല്ല കുട്ടികൾക്ക് ഈ മൊബൈൽ സ്ക്രീൻ. മുമ്പൊക്കെ ഒരു തമാശയായി മാത്രം കരുതുന്ന മൊബൈൽ വിഷയം അങ്ങനെയല്ലെന്ന് കാലം തെളിയിച്ചു. ഏതു നേരവും ഫോണിലിരിക്കുന്ന കുട്ടികൾക്ക് വീടിന് പുറത്തുള്ള കളികളില്ല. സുഹൃത്തുക്കൾ കുറഞ്ഞു വരുന്നു. വീട്ടുകാരുമായുള്ള ബന്ധത്തിന്റെ മുറുക്കം കുറഞ്ഞു വരുന്നു. മൊബൈലിൽ തന്നെ ശ്രദ്ധിച്ച് മണിക്കൂറുകളോളം ഇരിക്കുന്ന കുട്ടികൾ ഇന്ന് സാധാരണ കാഴ്ചയാണ്. ചിലപ്പോൾ ഗെയിംസ്, ചിലപ്പോൾ കാർട്ടൂൺസ്. അവരുടേതായ പ്രത്യേക ലോകം സ്വയം നഷ്ടപ്പെടുത്തുന്നു. ഇപ്പോൾ വൈകിയാണ് രാത്രി ഉറക്കം. ചുറുചുറുക്കില്ലാതെ തളർന്ന് ഉറക്കം തൂങ്ങി ക്ലാസ്സിലിരിക്കുന്ന കുട്ടികൾ പതിവാകുന്നു. സ്ക്രീൻ അഡിക്ഷൻ അവരുടെ ജീവിതതാളം തെറ്റിക്കുന്നു. വീട്ടിലെയും സ്കൂളിലെയും വർത്തമാനങ്ങൾ ഇതാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഇതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചില്ലറയല്ല. മാനസികവും പഠനവും ശാരീരികവുമെല്ലാം ഇതുമൂലം കുഴപ്പത്തിലായ പല സംഭവങ്ങൾ പറയാനുണ്ട്. ഇതൊന്ന് മാറ്റിവെച്ചൂടെ? ഏതു നേരവും അതിലേക്ക് തല പൂഴ്ത്തി ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ മിക്ക വീടുകളിലും കേൾക്കുന്ന ഒരു വാചകമാണിത്. ഓക്കെ, അപ്പോൾ വളരെ നല്ലൊരു ഇൻഫർമേഷനാണ്. നമുക്കെല്ലാം അറിയാവുന്ന ടോപ്പിക്കാണ്. പക്ഷേ എല്ലാവരും, കുട്ടികളിൽ നിന്ന് മാത്രം നമുക്കൊരു കാറ്റഗറി ചെയ്യാൻ പറ്റില്ല. മുതിർന്നവരായാലും കുട്ടികളായാലും, എസ്പെഷ്യലി നമ്മുടെ കുട്ടികളാണ്. അപ്പോൾ ബ്രെയിനിന്റെ അവരുടെ ഒരു വളർച്ചയ്ക്ക് തകരാറ് എന്തെങ്കിലും സംഭവിക്കാനുള്ള ചാൻസുകൾ കൂടുതലാണ്. വെർച്വൽ ഓട്ടിസം എന്നൊക്കെ പറയുന്നത് കുട്ടികളെ പെട്ടെന്ന് ബാധിക്കും. അപ്പോൾ പിള്ളേർക്ക് സംസാരിക്കാനുള്ള രീതിയായാലും മൈൻഡിൽ ക്യാപ്ചർ ചെയ്യാനുള്ളതായാലും എല്ലാം സ്ലോലി ആയിട്ടായിരിക്കും അവർക്ക് പ്രോഗ്രാം ചെയ്ത് വരുന്നത്. അപ്പോൾ ഞാനൊക്കെ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, എൻ്റെ പേരൻസും ഗ്രാൻഡ് പേരൻസും ഒക്കെ പറയും ജനാലയുടെ പുറത്തേക്ക് നോക്കാൻ. അതായത് പക്ഷികളും ചെടികളും വൃക്ഷങ്ങളൊക്കെ കണ്ട് നമ്മുടെ കണ്ണിൻ്റെ ഐസൈറ്റിനെ കുറച്ചുകൂടി പവർഫുൾ, നല്ല സ്ട്രോങ് ആക്കാനും ഐസൈറ്റിന് അത്രയും ബെനിഫിറ്റാണെന്ന് പറഞ്ഞാൽ പുറത്തേക്കുള്ള ഇത്. പക്ഷേ ഇന്നത്തെ കുട്ടികൾ പുറത്തേക്ക് നോക്കുന്നത് കുറവാണ്. 4 ചുവരുകൾക്കുള്ളിൽ ഈ ഫോണിനകത്ത് അല്ലെങ്കിൽ ടി വിയുടെ അകത്തുള്ള അവർക്ക് ഒരു ഐ കോണ്ടാക്റ്റേ വരുന്നുള്ളൂ. അപ്പോൾ അത് നമ്മുടെ കണ്ണുകളെ ബാധിക്കും, അല്ലേ, ബ്രെയിനിനെ ബാധിക്കും, കണ്ണുകളെ ഓവറോൾ നമ്മുടെ മെൻ്റലി ആൻഡ് ഫിസിക്കലി നമ്മുടെ ഹെൽത്തിനെ അത് എഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ആവശ്യത്തിന് ഉപയോഗിക്കുക, അല്ലേ, ആവശ്യത്തിന് ഉപയോഗിക്കുക. പിന്നെ കൂടുതൽ സമയവും നിങ്ങളുടെ ടാലൻസ്, നിങ്ങളുടെ ക്രിയേറ്റീവ് സൈഡിനെ നർച്ചർ ചെയ്യുക, ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ നോക്കുക. ഒന്നിലും ഒരിക്കലും ഒരു അഡിക്ഷൻ കൊണ്ടുവരാതിരിക്കാം. അതെ അതെ. ഇപ്പോൾ ലൈഫിനെ എപ്പോഴും പോസിറ്റീവായിട്ട് കാണുക. എന്താ പറയുക, കുറ്റങ്ങളും കുറവുകളും എല്ലാവർക്കും ഉണ്ട്, അല്ലേ, നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് നമ്മുടെ ലൈഫിൽ. അപ്പോൾ നെഗറ്റീവ്സ് വരും, അപ്പോൾ നമ്മളതിനെ പോസിറ്റീവാക്കി ലൈഫിനെ എടുക്കുക, ചിന്തിക്കുക, പ്രവർത്തിക്കുക. അപ്പം നമുക്ക് ഇന്നത്തെ നമ്മുടെ മോർണിംഗ് ഷോ, അല്ലേ, നേരമായി. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം, ശുഭദിനം ഞങ്ങൾ ആശംസിക്കുന്നു. ഇനി അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം.